ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ചെയ്തെടുത്തതാണ്. ഇതിനായിട്ട് കേര മീൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് കരിവേപ്പില ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ വലിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പം വലിയ ഉള്ളി നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പൊ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്ത് കൊടുത്ത ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 20 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ അല്പം വെള്ളമുണ്ട്, അതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.